ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ച തിയേറ്ററോടത്തി ഏറ്റവും പുതിയ മലയാള ചിത്രങ്ങളായിട്ടുള്ള ചത്ത പച്ച, ബേബികൾ, ബോർഡർ 2 തുടങ്ങിയ സിനിമകളുടെ, മാജിക് മഷ്റൂം തുടങ്ങിയ സിനിമകളുടെ, അതോടൊപ്പം സർവമായ തുടങ്ങിയ സിനിമകളുടെ എല്ലാം തന്നെ ഇന്നത്തെ ശനിയാഴ്ച ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച തിയേറ്ററോടത്തിയ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ചത്ത പച്ച എന്ന് പറയുന്ന സിനിമയായിരുന്നു. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കിടിലൻ കമിയറോടുകൂടി ഉണ്ടായിരുന്നു. ചിത്രം വൻ ഹൈപ്പിൽ വൻ ബോക്സ് ഓഫീസ് വിജയം തുടരുകയാണ്. നവാഗതനായ അദ്വൈത് നായരാണ് ചിത്രം ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ചിത്രത്തിന് ശനിയാഴ്ച ദിവസമായിട്ടുള്ള ഇന്നലത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 3.5 മുതൽ 4 കോടി രൂപ വരെയും കേരള ബോക്സ് ഓഫീസ് സ്വന്തമാക്കി. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 7 മുതൽ 8 കോടി രൂപ വരെ ചിത്രം ഇന്നലെ മാത്രം സ്വന്തമാക്കിയതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ചിത്രം 14 കോടി 5 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഈ ആഴ്ച തിയേറ്ററോടെത്തിയ മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ നിവിൻ പോളി കേന്ദ്ര കഥാപാത്രത്തെത്തിയ ബേബികൾ എന്ന് പറയുന്ന സിനിമയാണ്. നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമാക്കി ഗരുഡൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അരുൺ വർമ്മ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു ബേബികൾ എന്ന് പറയുന്ന സിനിമ. മികച്ചൊരു തുടക്കം തന്നെ നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിനായിട്ട് ചിത്രത്തിന് ഏകദേശം 75 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിനമായിട്ടുള്ള ചിത്രത്തിന്റെ ശനിയാഴ്ചത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഏകദേശം 50 മുതൽ 70 ലക്ഷം രൂപ വരെയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആദ്യ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 2 മുതൽ 3 കോടി രൂപ വരെ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വിജയമായിട്ട് മാറുമോ പരാജയമായിട്ട് മാറുമോ എന്ന് കണ്ടുതന്നെറിയേണ്ടി വരും. അതോടൊപ്പം ഈ ആഴ്ച തിയേറ്ററോടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ മാജിക് മഷ്റൂം എന്ന് പറയുന്ന സിനിമ. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കേന്ദ്ര കഥാപാത്രമാക്കി നാദിർഷ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു. കട്ടപ്പന ഋത്തിക് റോഷൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇരുവരും ഒന്നിച്ച കൂട്ടുകെട്ട് ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ കാണുന്നില്ലെങ്കിലും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുന്നുണ്ട്. ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ 36 ലക്ഷം രൂപയോളമാണ് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ശനിയാഴ്ച ചിത്രത്തിന് വലിയൊരു കളക്ഷൻ ഉയർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. നിലവിലത്തെ കണക്കുകൾ പ്രകാരം ചിത്രം ഏകദേശം 25 മുതൽ 30 ലക്ഷം രൂപയോളം മാത്രമാണ് ശനിയാഴ്ച ദിവസമായിട്ടാണ് ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് ചിത്രം കട്ടപ്പന ഋത്തിക് റോഷൻ പോലെ വൻ വിജയമായിട്ട് മാറുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. അതോടൊപ്പം ഈ ആഴ്ച ഹിന്ദിയിൽ നിന്ന് എത്തിയ ഒരു വമ്പൻ ചിത്രം ഉണ്ടായിരുന്നു ബോർഡർ 2 എന്ന് പറയുന്ന സിനിമ. സണ്ണി ഡിയോൾ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം അനുരാഗ് സിംഗ് ആയിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ചിത്രത്തിന് റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ പോലും വിറപ്പിച്ചാണ് ചിത്രം മുന്നേറുന്നത്. ആദ്യ ദിനം ചിത്രം 30 കോടി രൂപയോളം സ്വന്തമാക്കിയെങ്കിൽ രണ്ടാം ദിനം ചിത്രം 35 കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചിത്രത്തിന് മികച്ച ഒരു ബുക്കിങ്ങും കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു. ചിത്രത്തിന്റെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 85 കോടി 50 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് 65 കോടി സ്വന്തമാക്കിയ ചിത്രം ഓവർസീസിനായിട്ട് 7.5 കോടി, ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് 78 കോടി സ്വന്തമാക്കിയ ചിത്രം ഓവർസീസിനായിട്ട് 7.5 കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ചിത്രം വൻ വിജയമായിട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്തരം ചിത്രങ്ങളാണ് ഈ ആഴ്ച തിയേറ്ററോടെത്തിയതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മറ്റൊരു ചിത്രമുണ്ട്. നിവിൻ പോളി കേന്ദ്ര കഥാപാത്രത്തെ സർവമായ എന്ന് പറയുന്ന സിനിമ. 5 ആഴ്ചകൾ പിന്നിട്ട ചിത്രം ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രിയ ചിത്രമായിട്ട് മാറുകയാണ്. നിവിൻ പോളി, അജു വർഗീസ് തുടങ്ങിയവരുടെ കേന്ദ്ര കഥാപാത്രമാക്കി അഗർസത്തിനെ അണിയിച്ചൊരുക്കിയ ചിത്രം 29 ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 30 ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ ആദ്യ 29 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 146 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രം 150 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കുന്ന ഫൈനൽ വരുമ്പോൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരം ചിത്രങ്ങളാണ് ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെയായിട്ട് തിയേറ്ററോടെത്തിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ചിത്രങ്ങൾ. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.